ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തൊരു ഗെയിം പ്ലേ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. നമ്മളൊരു 1v1 ആണ് ഗൈസ് കളിക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഗൈസ് കളിക്കുന്നത്. കുഴപ്പമില്ല, ചെറുക്കൻ നല്ലൊരു കളിക്കും. ചെറുക്കൻ ചാലഞ്ച് വെച്ചു, പിന്നെ 1v1 വെക്കാമെന്ന് വെച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും 1v1 ഫുള്ളായിട്ട് കാണുക. പിന്നെ ഇതേപോലത്തെ ഇനിയും പുതിയ വീഡിയോസ് വരണം എങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അത്ര എഡിറ്റൊന്നും കാണില്ല, കാരണം ഇത് ലേറ്റ് നൈറ്റാണ് ഗൈസ് ഷൂട്ട് ചെയ്തത്. ഏകദേശം ഒരു 11 മണിയായി കാണും ഗൈസ് ഷൂട്ട് ചെയ്തപ്പോൾ. അപ്പം അതിനുള്ള ക്വാളിറ്റിയൊക്കെ പ്രതീക്ഷിക്കാവുള്ളൂ ഗൈസ്. ഓക്കെ, എന്തായാലും വീഡിയോ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അവന് 1-2 പോയിൻ്റ് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. 3-ലാണ് നമ്മൾ കളി വെച്ചത് ഗൈസ്. 1-2 പോയിൻ്റ് കൊടുത്തുള്ളൂ. അവനാണെങ്കിൽ ഡെസേർട്ടുകൾ വെച്ച് ജിമ്പർ ഷൂട്ട് അടിച്ചാണ് പോയിൻ്റൊക്കെ എടുക്കുന്നത്. ചെറുക്കൻ കുഴപ്പമില്ല ഗൈസ്, നല്ല കളിയാണ്. പിന്നെ വേറൊരു കാര്യം പറയണമെങ്കിൽ നമ്മുടെ സ്ക്രിപ്റ്റിൻ്റെ അക്കൗണ്ട് പോയി ഗൈസ്. 30 ദിവസത്തേന് അവന് ബാൻ കിട്ടി, SL സ്ക്രിപ്റ്റിൻ്റെ അക്കൗണ്ട്. അപ്പം ചെറുക്കൻ പെടക്കളിയായിരുന്നു. ചെറുക്കൻ പുതിയ അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും 30 ദിവസത്തിനാണ് ചെറുക്കൻ്റെ അക്കൗണ്ട് തിരിച്ച് കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും കിട്ടുമായിരിക്കും. അപ്പം നമ്മൾ ഗെയിം പ്ലേയിലോട്ട് പോകാം ഗൈസ്. ഞാനാണെങ്കിൽ എൻ്റെ ID താഴെ കമൻറ്റ് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കളിക്കണം എന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഇട്ടാൽ മതി, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം അവനാണെങ്കിൽ അവിടെ പാക്ക് ചെയ്തിരിക്കുമായിരുന്നു. നമ്മളങ്ങ് കയറി ചെന്ന് ഗൈസ്, കയറി ചെന്നങ്ങ് കൊടുത്തിട്ടുണ്ട്. അവൻ പണ്ടത്തെ ക്രോണോടെ എബിലിറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവൻ്റെ ക്രോണോ കാണില്ല. ചെറുക്കൻ മിക്കവാറും ഈ റൗണ്ട് എടുക്കാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ എടുക്കും. ചിലപ്പോൾ കേസ്, കാരണം താഴെ റിപ്പയർ കിറ്റ് ഉണ്ട്. റിപ്പയർ കിറ്റ് ഞാൻ അടിക്കാതെ ഈ കളിക്കുന്നത്. എനിക്ക് തോന്നി റിപ്പയർ കിറ്റ് അടിക്കാതെ ഞാൻ കളിച്ച്. ആക്രേഷൻ ഒന്നും കിട്ടില്ല റിപ്പയർ കിറ്റ് അടിച്ചില്ലെങ്കിൽ. എന്തായാലും നമ്മൾ ഉറപ്പിച്ചാൽ എന്തായാലും ചാവുമെന്ന്. ചെറുക്കൻ കുഴപ്പമില്ലാത്ത കളിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് പമ്പ് വേണ്ട, നമുക്ക് വൂഡ് പിക്കറും പിന്നെ വേറെ ഡെസേർട്ടും വന്നാൽ പിന്നെ ഒരു പൊട്ടാസും കൂടെ എടുത്തേക്കാം. ഓക്കെ, നമ്മൾ ഫാക്ടറിയുടെ അകത്ത് വന്നിട്ടുണ്ട്. അവനവിടെ ഗ്ലൂവാൾ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ ന്യൂബാക്കൊക്കെ ചെയ്താണ് കളിക്കുന്നത്. ഇവൻ്റെ അടുത്ത് അങ്ങനെ കളിക്കാൻ പറ്റത്തുള്ളൂ. ഇവൻ കാണിക്കുന്ന കാണണം. ഇവൻ്റെ അടുത്ത് സൂക്ഷിച്ച് കയറി ചെന്നില്ലെങ്കിൽ ഇവനാണെങ്കിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഈ അടുത്ത സ്ഥലത്താണ്. എന്നാണ് ഞാൻ പറഞ്ഞത്. അവൻ ഡെസേർട്ടുകൾ വെച്ച് കുത്തിയിരുന്ന് പൊക്കി വിടുന്നത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നോക്കട്ടെ, അങ്ങോട്ട് ചെല്ലാം ഗൈസ്. എന്തായാലും അങ്ങോട്ട് ചെല്ലാം. ഗൈസ്, ഈ വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് ഗൈസ് എല്ലാവരും തരണം. ഇപ്പം നമുക്കാണെങ്കിൽ നിലവിൽ 178 സബ്സ്ക്രൈബേഴ്സായി ഗൈസ്. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. എന്തായാലും നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഈ റൗണ്ട് എടുത്തിരിക്കും ഗൈസ്. ഈ ഏറ്റവും ഒരു പ്രശ്നം ഈ സ്ക്രീൻ റെക്കോർഡാണ് ഗൈസ്. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഈ അപ്ഡേറ്റ് വന്ന പിന്നെ സ്ക്രീൻ റെക്കോർഡ് ഭയങ്കര മോശമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ലാഗ് അടിക്കും. ഈ വീഡിയോ ക്വാളിറ്റി കുറയും ലാഗ് അടിക്കുമ്പോൾ കളിക്കാനും പറ്റില്ല. അതാണ് വേറെ കാര്യം. ഏറ്റവും വലിയ പ്രശ്നം അതാ. ഓക്കെ, നമ്മൾ ഈ റൗണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ചെറുക്കൻ ലൈക്കൊക്കെ തന്നിട്ടുണ്ട്. ഈ റൗണ്ട് കൂടെ നമുക്ക് എടുത്താൽ നമ്മുടെ കളി ജയിക്കും ഗൈസ്. ഈ റൗണ്ട് നമ്മൾ എടുത്താൽ നമ്മൾ ഉറപ്പാണ് കളി ജയിക്കും. പൊട്ടാസ് വെച്ച് കളിക്കാൻ പറ്റുമോ? പൊട്ടാസ് വെച്ച്
വുഡ് പീക്കറും പൊട്ടാസും ഡെസേർട്ടും കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക എല്ലാ വീഡിയോയ്ക്കും. പിന്നെ ഹൈപ്പ് അടിച്ചേക്കുക ഗൈസ്. ഞാൻ ബെല്ലൈക്കൻ അനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പം ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഗൈസ്. ഓക്കെ, അതായത് ബോംബ് എടുത്തെറിയുക, അതായത് ഹെഡ് ഷോട്ടിൽ എറിയുവാണല്ലോ. ബോംബൊക്കെ എടുത്തെറിഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെറുതെ എറിയാന്നേ ഉള്ളൂ. ഈ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പം ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഗ്ലൂ വാൾ ഇടാൻ ഭയങ്കര പാടാണ്. അവനോട് പാക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്കൊരു ഗ്ലൂ വാൾ കൊണ്ടിട്ട് കൊടുത്താലോ? ഉറങ്ങട്ടെ. ഇപ്പോൾ അവൻ ഇറങ്ങി വരും മിക്കവാറും. എനിക്ക് തോന്നി പുറകിക്കട വരുവേ, നോക്കിക്കോണേ. ഞാൻ അങ്ങോട്ട് ചേരട്ടെ, നൈസായിട്ട് അങ്ങോട്ട് പോവാം ഗൈസ്. ഓക്കെ, അവനോട് വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവനവിടെ വന്നിട്ടുണ്ട്. സ്വിച്ച് ചെയ്തൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. എങ്ങനെ ഇടിക്കാണ്? അപ്പം ചാക്കൻ 6 റൗണ്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ സ്കോർ 2-2 എന്നിട്ട് ഗൈസ്. അപ്പോൾ 3 റൗണ്ടിലാണ് കളി. അപ്പം എന്തായാലും നമ്മൾ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. എന്തായാലും നമുക്കൊരു UMP വേണോ? ഡെസേർട്ട് എക്സമേറ്റും എടുത്താലോ? എക്സമേറ്റ് എടുക്കണോ? എക്സമേറ്റ് എടുക്കാം. ഡെസേർട്ട് എക്സമേറ്റും ഒരു M8 എടുക്കാം ഗൈസ്. എന്തായാലും നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ പുതിയതാണ് ഗൈസ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, അതാണ് സ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു അക്കൗണ്ട്. അവൻ്റെ ന്യൂ ID ഇപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നില്ലേ, അവൻ്റെ ന്യൂ ID ആണ് ഗൈസ്. അത് അതിനൊരു ലെവലൊന്നുമില്ല. ഓക്കെ, അയ്യോ ഒരു കാര്യം മറന്നുപോയി. അയ്യോ ഗൈസ്, നമ്മൾ ഗ്ലൂ വാൾ എടുത്തില്ല. മിക്കവാറും നമ്മൾ തോക്കും ഗൈസ്. നോക്കട്ടെ, അവനെ കാണുന്നില്ല. എവിടെയാടാ? വീടിൻ്റെ മണ്ടയ്ക്ക് വല്ലതും കയറിയോ? വീടിൻ്റെ മണ്ടയ്ക്കുണ്ട്. ഇവരൊക്കെ എന്തിനാടാ വീടിൻ്റെ മണ്ടയ്ക്ക് കയറിയിരിക്കുന്നത്? ഇറങ്ങി വാടാ മുണ്ടയ്ക്കൽ ശേഖര. ഓക്കെ, അങ്ങോട്ടും ഇല്ല ഗൈസ്. അവൻ ഇറങ്ങി വരുമ്പോൾ തലക്കെട്ടടിക്കാം. നമ്മൾ താഴെ ചാടിപ്പോയി. ഈയിടെ ഒന്ന് ഗെയിം ഡിലീറ്റ് ആക്കിയായിരുന്നു, അതുകൊണ്ട് ചില സ്കിന്നൊക്കെ കാണത്തുള്ളൂ. M8 സ്കിന്ന് ഒക്കെ ഉണ്ട്, അതൊന്നും കാണത്തില്ല, എനേബിൾ ചെയ്തിട്ടില്ല. ഓക്കെ, നമ്പർ കൊടുത്തു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കളി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും കീപ് സപ്പോർട്ടിങ് ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് റോഡ് ടു 200 ആണ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക് ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. വരുന്നതിന് മുമ്പ് എല്ലാവർക്കും ബൈ ഗൈസ്. അപ്പം ഇതേപോലെ സപ്പോർട്ട് ചെയ്തേക്കും. ഓക്കെ ഗൈസ്.